السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. മൈമൻ അക്കാഡമി നടപ്പാട്ടരംഗത്തെ റമദാൻ സ്പെഷ്യൽ ഖുർആൻ ക്ലാസ്സിലെ 8ാമത്തെ നാളിലായിട്ട് കരുതങ്ങ ഒരുമിച്ച് കൂടിയത് സൂറത്തുൽ കഹ്ഫിലെ അസ്ഹാബുൽ കഹ്ഫ് കഹ്ഫുടെ ആൽമാരെ ചരിത്രമായിട്ട് ചൊന്നോട്ട് വന്നു. അങ്ങനെ അള്ളാഹു താല അത് ചൊന്നോട്ടു അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യട്ടിക്കിട് നെനപ്പാക്കിടെ. മക്കത്തെ ആൽമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഈ ഗുഹയുടെ ആൽമാരെ വിഷയ കേട്ടപ്പ ഞങ്ങൾ തുടക്കത്തിൽ ചൊന്നുന്ന അത് മക്കത്തെ ആൽമാർ കേൾക്കൂല. കാരണം യഹൂദിങ്ങ ചൊന്നു കൊടുത്തങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിക്കരു. അങ്ങനെ യഹൂദിങ്ങളെ പ്രേരണയിൽ മക്കത്തെ ആൽമാർ ഈ ക്വസ്റ്റ്യൻ നബിത്തങ്ങളുടെ കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങൾട്ട ചൊന്തൂല ഉഖ്ബിറുക്കും ബിഹി ഗദൻ, നാളെ ഈ വിഷയത്തിൽ ഞാൻ ഇങ്ങോട്ട് ചൊല്ലേ എന്ന് ചൊന്തൂല. അപ്പോൾ വലം യഖുൽ ഇൻഷാ അല്ലാ, അപ്പോൾ നബിത്തങ്ങ ഇൻഷാ അല്ലാ എന്ന് ചൊല്ലകു മറന്നുപോയിട്ട് എന്ന് ചൊന്നില്ലേ. നാളെ നിങ്ങൾ ചൊല്ലെ ഇൻഷാ അല്ലാന്ന് ചൊന്നില്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു 4 പിന്നെ വഹി നിണ്ടു പോയിട്ടാണ്. അങ്ങനെയാണ് പിന്നെ ഈ ഒരു ആയത്തിറങ്ങടെ എന്ന് പറഞ്ഞിട്ട് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. ഓ നബിയെ, ഏതൊരു കാര്യം നിങ്ങ നാളെ ഞാൻ ആക്കിടായിട്ട് നിങ്ങ ചൊല്ലണ്ട. അതെങ്ങനല്ലാണ്ട് ചൊല്ലണ്ട. ഇല്ല അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാണ്ട് ചൊല്ലാണ്ട്. അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ നാളെ ആക്കുക എന്ന രൂപത്തിലല്ലാണ്ട് നാളെ ഞാൻ ആക്കിട എന്ന നല്ല കോൺഫിഡൻസിൽ, നിങ്ങളതായ സ്വന്തം കോൺഫിഡൻസിൽ നിങ്ങൾ ചൊല്ലണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു അല്ലാഹു തആല ചൊന്ന. അത് നബി തങ്ങുകല്ല, അത് പ്രധാനമായിട്ട് ചൊല്ല അല്ലാഹു തആല ഞങ്ങളെ ഉമ്മത്ത് നബി തങ്ങളെ ഉമ്മത്തിക്ക് പടിപാട്ടുകുബേനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിലൂടെ പടിപ്പാട്ട്. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടെങ്കിൽ അത് നാല് കണ്ടിത്തായിട്ട് നാളെ ആക്കിടെ. അല്ലെ, ഇണ്ടത്തെ കാലത്തിൽ ആ ഒരു നിലക്കുള്ള ഭാഷയാണ് യാറെ വ്യാപകമായിട്ടുള്ളത്. ഖണ്ഡിതമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അത് ആക്കിട 100% കോൺഫിഡൻസ് ഞങ്ങൾ അതിലുണ്ടു, ഞങ്ങൾ എന്തായാലും ആക്കിട എന്ന രൂപത്തിലാണ് എല്ലാവരെ പലക്കും എല്ലാ വിഷയത്തിലും ഞങ്ങളെ പലക്കുമില്ലേ. അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കൂ, അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ആക്കുക എന്ന രൂപത്തിൽ അള്ളാഹുവാണ് ഇതെല്ലാം ആക്കിയോണ്ടില്ലേ, നാണല്ല നന്റെ ഭാഗത്തിൽ നിന്നല്ല ഇതെല്ലാം ഉണ്ടായിട്ടില്ലേ, അള്ളാഹുവാണ് ഇതെല്ലാം നന്നിൽ നിന്ന് ആക്കുപാട്ടിയോണ്ടില്ലേ അല്ലെങ്കിൽ വേറാങ്ങളുടെ ആക്കുപാട്ടിയോണ്ടില്ലേ എന്ന ഒരു ബോധ പ്രത്യേകിച്ചും അവസാന കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ടിട്ടാണ് അള്ളാഹു താല ഇങ്ങനത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉപദേശ നങ്ങുകുബേനായിട്ട് അള്ളാഹു താല തന്നരെ. ഞങ്ങ ചിലപ്പോൾ മനഃപൂർവ്വമേ ഞങ്ങ മറന്നിട്ടുണ്ടല്ല, മനഃപൂർവ്വമേ ഞങ്ങൾക്കു ആ ഒരു ബോധയിക്കല്ലേ എന്നരേ അള്ളാഹു താല ഉദ്ദേശിക്കാണ് നക്കിതെല്ലാം ആക്കുക അവിടെ എന്ന ബോധ യാറത്തിയാറ ഉണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സെൽഫ് കോൺഫിഡൻസ് ചൊല്ലെ ഒരു സംഗതിയാണ് എല്ലാവരും ഇണ്ട് പ്രചാരാക്കിയിട്ടുള്ളത്. ആത്മവിശ്വാസ, യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം ചൊല്ല സംഗതി ഇസ്ലാമിലില്ല. അള്ളാഹുലുള്ള വിശ്വാസമാണല്ലേ. സ്വന്തത്തിൽ വിശ്വസിക്കടേ, നക്കെല്ലാം ആവിടു നാനെന്തായാലും ആക്കിടത്, നന്റെ കൊണ്ട് എന്തായാലും സാധിക്കട് എന്ന രൂപത്തല്ല. അള്ളാഹു താല ബിയാർച്ചെങ്കിൽ നന്റെ കൊണ്ടാവിടു എന്ന ബോധമാണ് ഞങ്ങൾ ഉപേനായി. അള്ളാഹു താല ബിയാർച്ചെങ്കിൽ അത് നടക്കട്, അള്ളാഹു താല ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കട്. എപ്പോഴും അള്ളാഹു അല്ലെ അറബിങ്ങളിൽ യാറെ എപ്പോഴും കേൾക്കണങ്ങനത്തെ ഒരു പലക്കാണ് ഇൻഷാ അല്ല, ഇൻഷാ അല്ല. ആ ഇൻഷാ അല്ല ചൊല്ല പലക്ക അത് എപ്പോഴും ഞങ്ങളെ ഇതിൽ വേണം. അള്ളാഹു താല ഉദ്ദേശിച്ചെങ്കിൽ നടക്കട്, അള്ളാഹു താല ഉദ്ദേശിച്ചെങ്കിൽ പിന്നെ കാക്കുകൗടു എന്ന രൂപത്തിലുള്ള ഒരു ബോധം അത് പലക്കത്തിൽ നിന്നില്ലെങ്കിലും ഞങ്ങളെ ബോധത്തിലായെങ്കിൽ അത് വേണു എന്നതാണ്. തുടർന്നിട്ട് അല്ലാഹു തആല ചൊന്നിട്ടുള്ള വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റഷദാ. വദ്കുർ റബ്ബക, ഓ മനുഷ്യ, നീ നിന്റെ റബ്ബിടെ നീ നെനപ്പാക്കണം. ഇദാ നസീത, നിക്ക് മറന്നുപോയെങ്കിൽ എപ്പോഴും അല്ലാഹു തആലയുടെ നെനപ്പാക്കണായ ഒരു സന്ദർഭത്തിൽ നിക്ക് അല്ലാഹുടെ മറന്നുപോയെങ്കിൽ പിന്നെ നീ നെനപ്പാക്ക്.
പിന്നെ ನೆನಪಾಕುಗುಲ್ಲಂಗಂತೆ നല്ല ಪ್ರಯತ್ನಾಕ್ അല്ലെ ശൈത്താന് അള്ളാഹുടെ മറപ്പാട്ടുകുല്ലങ്ങനത്തെ എല്ലാ പ്രയത്നം ആക്കിക്കൊണ്ടിരിക്കട. എല്ലാ കാര്യത്തിലും അള്ളാഹുടെ നെനപ്പ് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ശൈത്താൻ്റെ പ്രേരണ കൊണ്ടിട്ടു നമുക്ക് മറവിങ്ങ ഉണ്ടാവിടും. മനുഷ്യ ചൊന്നെങ്കിൽ മറവി ഉണ്ടാവിടുണ്ടല്ല അർത്ഥ. ഇൻസാൻ ചൊല്ല പദമേ ಬಂದರೆ നിസ്യാൻ ചൊല്ല പദത്തിൽ നിന്നാണ് ചില പണ്ഡിതന്മാർ ചൊല്ല. നിസ്യാൻ ചൊന്നെങ്കിൽ മറവിൻ്റെ അർത്ഥ. മനുഷ്യ മറക്കണോണായിട്ടിരിക്കുക. അപ്പോൾ അള്ളാഹുടെ നെനപ്പാക്കണ ഒരു സന്ദർഭത്തിൽ അള്ളാഹുടെ മറന്നു പോയിട്ടെങ്കിൽ പിന്നെ നീ നെനപ്പാക്ക്. എന്നിട്ട് വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റഷദ. പിന്നെ നീ ചൊല്ലണം എന്തരേ, അല്ലാഹു തആല ഇപ്പ നാണുള്ളങ്ങനത്തെ ഈ അവസ്ഥയേക്കാൾ നല്ല ഒരു അവസ്ഥക്ക് അല്ലാഹു തആല നന്റെ ഹിദായത്തിലാക്കുക, നന്റെ അല്ലാഹു തആല കൈപിടിച്ച് കൊമ്പോണ്ടങ്ങനത്തെ പ്രതീക്ഷണക്കുണ്ടു എന്ന് നീ ചൊല്ലുണ്ടാണ്. ഇത് ഈ അസ്ഹാബുൽ കഹ്ഫിടെ പിന്നെ ചരിത്ര ചൊല്ലതിൻ്റെ ഇടയിലാണ് അല്ലാഹു തആല ഈ ഒരു ഉപദേശ നമുക്കെല്ലാവർക്കുമായിട്ട് അല്ലാഹു തആല തന്നുകൊണ്ടില്ലേ. വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റഷദ. ഈ ഒരു ഇപ്പ പിന്നെ ഉള്ളങ്ങനത്തെ ഇതിനേക്കാൾ ഉത്തമമായ അങ്ങനത്തെ ഒരു അവസ്ഥക്ക് അല്ലാഹു തആല നന്റെ ഹിദായത്തിലാക്കുക, നന്റെ ഗൈഡാക്കുക എന്ന് നീ ചൊല്ലണം. വലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്ദാദൂ തിസ്ആ. പിന്നെ അല്ലാഹു തആല രണ്ടാമത് അസ്ഹാബുൽ കഹ്ഫിടെ ചരിത്രകെ പിന്നെ മടങ്ങി വന്നുകൊണ്ടുള്ള എന്നൊരു ചൊല്ല അല്ലാഹു തആല വലബിസൂ ഫീ കഹ്ഫിഹിം അങ്ങല ഗുഹലങ്ങ താമസിച്ചാറ് സലാസമിഅത്തി സിനീന 300 വർഷം താമസിച്ചാറ്. 300 വസ്ദാദൂ തിസ്ആ ಅದರೊಟ್ಟಿಗೆ ಒಲಿಂಬು ವರ್ಷಂಗ ಯಾರಾಕಿಯಾರು 300 ಒಲಿಂಬು ವರ್ಷಂಗ ജീവിച്ചാറിട്ടാണ്. അതിൻ്റെ അങ്ങനെ ചൊന്നേ 300 വർഷവും പിന്നെ 300 ವರ್ಷ താമസിച്ചാറ് പിന്നെ ഒലിമ്പ് വർഷം ಯಾರಾಕಿಯಾರಂട്ട് ചൊല്ലുകൊല്ലേ കാരണത്തെ ಬಗ್ಗೆ ചില ആൾമാർ പണ്ഡിതന്മാർ ചൊന്നേ അത് സൂര്യവർഷ പ്രಕಾರ സൂര്യവർഷ കണക്കുണ്ടല്ലേ. ഇപ്പം ഇപ്പം ചൊല്ല പോലെ ഇസവി വർഷ അത് സൂര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വർഷ കണക്കല്ലേ. ആ വർഷ കണക്കനുസരിച്ച് 300 ആയിട്ടിക്കറ്. ചന്ദ്രവർഷ കണക്കനുസരിച്ച് ഇപ്പം ഹിജ്റ കണക്ക് ചൊല്ലത് ചന്ദ്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വർഷ കണക്കാണ്. ആ വർഷ കണക്കനുസരിച്ചിട്ട് 300 ഒലിമ്പായിട്ടിക്കറ്. 300 ഒലിമ്പായിട്ടിക്കറ്. കാരണം ഓരോ 100 വർഷമാകുമ്പോൾ സൂര്യവർഷം ഒരു 100 വർഷമാകുമ്പോൾ അതിൽ 3 വർഷം യാറാവിടില്ല. 3 വർഷ പിന്നെ ചന്ദ്രവർഷ യാറായിട്ടിക്കറ്. കാരണം എന്തുവെന്നെങ്കിൽ ഒരു വർഷത്തിൽ 10 നാല് യാറുണ്ട്. 10 നാലും 10 ചില്ലറ 4 പോണ 4 പൂർത്തിയാണ്ട് 10 ചില്ലറ 4 പിന്നെ 10 പോണ 4 ആണ് ഒരു വർഷത്തിൽ സൂര്യവർഷത്തെ കാണാൻ ചന്ദ്രവർഷ യാറ ബണ്ടേ. അപ്പോൾ ആ കണക്കിൽ നോക്കുമ്പോൾ 100 വർഷമാകുമ്പോൾ അതായത് സൂര്യവർഷ പ്രകാരം 100 വർഷമാകുമ്പോൾ ചന്ദ്രവർഷത്തിൽ 3 വർഷം യാറായിട്ടിക്കറ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 300 വർഷത്തിലാവുമ്പോൾ പിന്നെ ഒലിമ്പ് വർഷ യാറയിട്. അങ്ങനെയാണ് 300 ഒലിമ്പ് വർഷ എന്ന് അല്ലാഹു തആല ചൊന്നത്. യഥാർത്ഥത്തിൽ സൂര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വർഷ കണക്ക് അതിക്ക് വലിയൊന്നും അർത്ഥമില്ല. ചന്ദ്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വർഷ കണക്ക് കാണുക യഥാർത്ഥത്തിൽ കറക്റ്റ് അർത്ഥമില്ലേ. കാരണം സൂര്യവർഷ പ്രകാരം നിങ്ങൾ നോക്കൊരു തിങ്ങളുടെ ഞങ്ങൾ കണക്ക് വെക്കട. ഇപ്പോൾ ജനുവരിക്ക് 31 ഉണ്ട്, ഫെബ്രുവരിക്ക് 28 29 പിന്നെ മാർച്ച് അങ്ങനെ ചിലതിൽ 30 ചിലതിൽ 31 അങ്ങനെ പിന്നെ വ്യത്യസ്തമായ പല കണക്കാണ് ഈ സൂര്യവർഷ കണക്ക് പ്രകാരമില്ലേ. അതേ സന്ദർഭത്തിൽ ചന്ദ്രവർഷത്തിൽ കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്. കാരണം പിന്നെ പിന്നെ ഞങ്ങൾ സാധാരണയായിട്ട് ഇപ്പോൾ ഹിജ്റ വർഷമല്ല ചന്ദ്രദർശനായിട്ട് ആ നിലക്കാണ് ഞങ്ങൾ ഒരു തിങ്ങളുടെ സ്റ്റാർട്ടിങ് അവിടെ, അതുപോലെ അതിലെ എൻഡിങ് എല്ലാം അവിടെ ഈ ചന്ദ്രയുടെ കാണലും അതിലെ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് പ്രകൃതിയിലുള്ള അല്ലാഹു തആല നിശ്ചയിച്ച് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുക. അല്ലാഹു തആല ഈ വർഷക്കണക്ക് മനസ്സിലാക്കുകയായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ച് തന്നെ അങ്ങനത്തെ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ്
യഥാർത്ഥത്തിൽ ഈ ചന്ദ്ര കണക്കില്ല. അതേ ടൈമിൽ സൂര്യയുടെ കണക്ക് അങ്ങനെ ഒരു സൂര്യവർഷപ്രകാരമുള്ള ഈ തിങ്ങളുടെ കണക്കുകെന്തും ഒരു വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ആ നിലക്ക് ഞങ്ങൾ മുസ്ലിമീങ്ങളായ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളെ ഞങ്ങളെ മക്കളെ ജനിച്ചതിരെ വർഷ ചൊല്ലുമ്പോൾ അതുപോലെ ഞങ്ങളെ ജനിച്ചതിരെ വർഷമല്ല ഞങ്ങൾ കണക്ക് വയ്ക്കുമ്പോൾ, അല്ലാത്ത ബാക്കിയുള്ള ഏത് കണക്കാവട്ടെ ഞങ്ങളെ ഒരു ഡേറ്ററെ കണക്ക് വയ്ക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹു താല ഞങ്ങൾക്ക് പ്രകൃതിയിൽ നിശ്ചയിച്ച് തന്നങ്ങനത്തെ ഈ ഒരു കണക്കിടെ അത് ഒന്നുകൂടി ചൊന്നിട്ടെങ്കിൽ ഹിജ്റ വർഷം എന്ന രൂപത്തിൽ അത് ഇസ്ലാമിൽ നല്ലൊരു പവിത്രമായ രൂപത്തിൽ അതിരെ സ്വഹാബിങ്ങ നമുക്ക് നിശ്ചയിച്ച് തന്നതാണ്. അപ്പോൾ അതിരെ ಯಾರ ഫോളോ ആക്കുക ഞങ്ങൾ പ്രയത്ന ആക്കണം. ഏതായാലും അള്ളാഹു താല പിന്നെ ചൊന്നിട്ടില്ല ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു. അപ്പോൾ ഈ ഒരു അള്ളാഹു താലകാണ് കൃത്യമായിട്ട് കണക്ക് 300 വർഷം അങ്ങ് ജീവിച്ചിരാനിട്ട്. യഥാർത്ഥത്തിൽ ഈ വർഷ കണക്കിലെല്ലാം പല തർക്കം കഴിഞ്ഞിട്ട് അഹ്ലുൽ കിതാബ് ഇത് പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല, അങ്ങനെ കണക്ക് അതായത് നസ്രാനിങ്ങളെല്ലാം ഇത് പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല, അങ്ങ് വേറെ മേർ കണക്ക് ചൊല്ലാറ്. അള്ളാഹു താല ചൊല്ലെ അള്ളാഹു അഅലമു ബിമാ ലബിസു. അള്ളാഹുഗല്ലേ ഗുന്തുല്ല അങ്ങ് എത്ര വർഷം അങ്ങ് ജീവിച്ചിരാറുണ്ട്. അള്ളാഹുഗല്ലേ യാര ഗുന്തുല്ലേ ലഹു ഗൈബുസ്സമാവാതി വല്ലർദ്. ആകാശ ഭൂമികളിലെ അദൃശ്യമായിട്ടുള്ള അങ്ങനത്തെ എല്ലാ ജ്ഞാനങ്ങ എല്ലാ അറിവും അവണു കാണുല്ലേ. ആകാശഭൂമികളിൽ മനുഷ്യന്മാർക്ക് അങ്ങനെ പ്രത്യക്ഷമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടിട്ടു പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടിട്ടു മനസ്സിലാക്കുകയാവാത്ത അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ അള്ളാഹുകാണ് ഗുന്തുല്ലേ. അള്ളാഹുടെ കയ്യിലുണ്ട് ആ നോളജിങ്ങല്ല. അബ്സുർ ബിഹി വ അസ്മിഅ. അവനുക്ക് എന്തൊരു ദൃഷ്ടിയാണ്, അവനെന്തൊരു കേൾവിയാണ്. അവൻ്റെ ദൃഷ്ടിയിൽ പെടാത്ത ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഹദീസിൽ പഠിപ്പാട്ടതായിട്ട് കണ്ട് അള്ളാഹു താലക്ക് അള്ളാഹുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് തപ്പാട്ടങ്ങനത്തെ ഒരു സംഗതിയുമില്ല. അള്ളാഹു താലയുടെ കാഴ്ചയിൽ നിന്നിട്ട് ഒന്നും അറിയില്ല. എത്രത്തോളം ചെന്നെങ്കിൽ ഒരു ചെമ്മ ഉള്ളങ്ങനത്തെ ജാവുലു കറുത്തങ്ങനത്തെ ആയിട്ടുള്ളങ്ങനത്തെ ഒരു എറുമ്പ്, ഒരു കറുത്ത ബണ്ടകളുടെ മേൽ പോണ്ടേ ഒരു എറുമ്പുടെ പോലും അള്ളാഹു താലകു കാണുകയുള്ളൂ. പിന്നെ അത്രയും എല്ലാം കാണ്ടാണ്ട് സൂക്ഷ്മമായിട്ട് കാണ്ടവനാണ്, എല്ലാം കേക്കിടവനാണ്. അള്ളാഹു താല കാണ്ട കേക്കിട ചൊല്ലുമ്പോൾ ഞങ്ങളെ പോലെ കണ്ണിൽ കാണ്ടാണ്ട അല്ലെങ്കിൽ കാതിൽ കേക്കിടാണ്ടല്ല അർത്ഥം. അള്ളാഹുക്ക് കണ്ണും കാതെന്തുമില്ല. കണ്ണും കാതും എല്ലാം അള്ളാഹു താല സൃഷ്ടിച്ചങ്ങനത്തെ പടച്ചങ്ങനത്തെ വസ്തുക്കളാണ്. പടച്ച വസ്തുക്കളെ അവನು യൂസാക്കരണ്ടെങ്കിൽ പിന്നെ അവನು പിന്നെ ഒരു ഇലാഹാവുകാവില്ലല്ലേ. അവനക്ക് ಬೇರೆ പിന്നെ ആവശ്യം ഉണ്ടുണ്ടെങ്കിൽ അവನು ഒരു ഇലാഹാവുക ദേവറാവുക അവನು അർഹനല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹു താലക്ക് അങ്ങനെ കണ്ണുകൊണ്ടിട്ട് കാണ്ട അല്ലെങ്കിൽ കാതുകൊണ്ട് കേക്കിട ചൊല്ല സംഗതിയില്ല. അള്ളാഹു താല കാണ്ട കേക്കിട അത്രേ നമുക്ക് ഗുന്തുല്ല. എങ്ങനെ കാണ്ട എങ്ങനെ ചൊല്ല സംഗതിയില്ല അവിടെ. അള്ളാഹു കാണ്ട കേക്കിട അത്രേ ചൊല്ലുകില്ല. അള്ളാഹുടെ അങ്ങനെ രാത്രി അവൻ്റെ ആ യാഥാർത്ഥ്യത്തെ പരിപൂർണമായിട്ട് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുകയാവില്ല എന്നിട്ടാണ്, അത് അനുഭവിക്കുക അവിടെ ഒരു സംഗതിയാണ്. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ അള്ളാഹുടെ ബുട്ടെങ്ക അങ്ങോകു ഒരു ഇലാഹും ഒരു വലിയുമില്ല, ഒരു സഹായിക്കട ഒരാളുമില്ല. അള്ളാഹുടെ ബുട്ടെങ്ക് സഹായിയായിട്ട് അങ്ങ് ഒരാളുമില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. അള്ളാഹുടെ തീരുമാനത്തിൽ അവന് ആരെയും പാർട്ട്ണറാക്കില്ല. അവൻ്റെ തീരുമാനത്തിൽ അവനക്കൊരു സഹകാരിയായിട്ട് അവൻ്റെ ഒട്ടികയുള്ളവനായിട്ട് ആരുമില്ല. സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കണവനാണ്. എല്ലാ നിലക്കും എല്ലാവർക്കും സഹായിക്കണവനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളേ. പ്രത്യക്ഷ ലോകത്തിൽ പല ആൾമാർ ഞങ്ങളെ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടെങ്കും അത് മനുഷ്യന്മാരാവട്ടെ ജിന്നുങ്ങാവട്ടെ ശൈത്താന്മാരല്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഞങ്ങളെ സഹായിയായിട്ട് ഞങ്ങൾക്ക് ഉപകാരാക്കട ആൾമാരായിട്ട് കണ്ടെങ്കും യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ആക്കടവും. അള്ളാഹു മാത്രമാണ് സഹായിയായിട്ടുള്ളേ. അള്ളാഹു താലയാണ് ആ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ സഹായിക്കട ആൾമാർക്കല്ല സഹായിക്കുകയില്ല അങ്ങനത്തെ കഴിവുകളെ കൊടുത്തോണ്ടില്ലേ. അള്ളാഹു അങ്ങനിലൂടെ ഞങ്ങൾക്ക് സഹായിച്ചുകൊണ്ടുള്ളതാണ്. അത് അമ്പിയാക്കന്മാർ ഞങ്ങൾക്ക് സഹായിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ ഔലിയാക്കന്മാർ ഞങ്ങളെ സഹായിക്കുന്നതാവട്ടെ. ഔലിയാക്കന്മാർ അങ്ങ് സ്വന്തം കഴിവ് കൊണ്ടല്ലല്ലേ അങ്ങ് സഹായിച്ചുകൊണ്ടില്ലേ, അള്ളാഹു താല കൊടുത്തോണ്ടില്ലേ കഴിവ് കൊണ്ടിട്ടാണ്. എല്ലാം അള്ളാഹുവാണ് ആക്കിക്കൊണ്ടില്ലേ.
മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക, ഓ നബിയെ നിങ്ങൾക്കു അള്ളാഹുടെ കിതാബിൽ നിന്നിട്ട് നിങ്ങൾക്ക് വഹിയായിട്ട് തന്നങ്ങനത്തെ അള്ളാഹു താല തന്നങ്ങനത്തെ ഖുർആൻ്റെ നിങ്ങൾ തിലാവത്താക്കണു, നല്ല ചിന്തനാക്കിയിട്ട് അതിനെ നിങ്ങൾ പാരായണാക്കണു. തിലാവത്താക്കണമെന്നെങ്കിൽ നല്ല ചിന്തനാക്കിയിട്ട് പാരായണാക്കണേണ്ടാണ് അർത്ഥം. ഖുർആൻ്റെ ആ രൂപത്തിലാണ് ഓതുനായത്. ആവുടങ്ങ അത് കേവല അതിരെ ഇങ്ങനെ കേവല ഓതുരയ്ക്ക് നല്ല കൂലിയുണ്ട്. ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ് അൽ മുതഅബ്ബദു ബിത്തിലാവത്തിഹി, അത് വെറും ഓതുരയ്ക്ക് മാത്രം എന്തുണ്ട് അതൊക്കെ കൂലിയുള്ള സംഗതിയാണ്. അതൊരു ഇബാദത്തായിട്ടിക്കര്. അല്ലാണ്ട് അതിരെ ആശയം അർത്ഥാക്കിയിട്ട് അതിരെ മഅന മനസ്സിലാക്കിയിട്ട് അതിരെ വിവരണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിരെ ഓതുര ചൊല്ലത് വലിയൊരു സംഗതിയായിട്ടിക്ക്. അർത്ഥാക്കട മാത്രമല്ല അതിൽ ചിന്തനാക്കടെ, തദബ്ബുറാക്കടെ, ചിന്തനാക്കടതും വലിയ സംഗതിയായിട്ടിക്കര്. ഖുർആനിൽ അല്ലാഹു തആല കേട്ടിട്ടുണ്ടല്ലോ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആൻ്റെ അങ്ങ് തദബ്ബുറാക്കില്ലേ, ഖുർആൻ്റെ വിഷയങ്ങൾ അങ്ങ് ചിന്തനാക്കില്ലേ, എന്തിനങ്ങനെ കൽബുകൾ ബീഗ മാത്രം ആരെങ്കിലും ഇട്ടാറാ. ലാ മുബദ്ദില ലികലിമാതിഹി, അവൻ്റെ പലക്കത്തെ ചേഞ്ച് ആക്കട ആറുമില്ല. അള്ളാഹുടെ പലക്കത്തെ ചേഞ്ച് ആക്കുക ആരെക്കൊണ്ടു സാധ്യമില്ല. ഖുർആൻ്റെ ഒരു പദമാ ഒരു വാക്യമാ ആരെക്കൊണ്ടു ഖിയാമത്ത് നാളോളം ചേഞ്ച് ആക്കുകയില്ല. ഖുർആൻ്റെ പ്രത്യേകതയാണ്. ബാക്കിയുള്ളതിന് മുന്നിൽ ബന്ധങ്ങനത്തെ അള്ളാഹുടെ കിതാബുങ്ങല്ല പല തിദ്ദുപടിക്കും അത് വിധേയമായിട്ട് പല തിദ്ദുപടിയാക്കും മനുഷ്യന്മാരാക്കി വിട്ടാർ അതിൽ. പക്ഷേ ഖുർആനുക അല്ലാഹു താല കംപ്ലീറ്റ് ഹൈ പ്രൊട്ടക്ഷനാണ് അല്ലാഹു താല കൊടുത്തത്. അതുകൊണ്ടിട്ട് ആർക്കും അതിൽ ചേഞ്ച് ആക്കുകയില്ല. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ, അള്ളാഹു അല്ലാണ്ട് ഒരു ആശ്രയ കേന്ദ്രമായിട്ട് ഓ നബിയെ ആരെയും നിങ്ങൾക്ക് കാണുകയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തട്ട് അള്ളാഹു താല ചൊന്നിട്ടില്ലേ, ഓ മനുഷ്യ അള്ളാഹു അല്ലാണ്ട് ഒരു നിക്ക് അവസാനമായിട്ട് എത്തുകയും അവസാനമായിട്ട് നിക്കൊരു ആശ്രയമായിട്ട് നിക്ക് പോകൂ. അള്ളാഹു അല്ലാണ്ട് ആറുമില്ല. അത് എല്ലാ വിഷയത്തിലും ആശ്രയ. അത് വെറും റിസ്ക്കിയുടെ കാര്യത്തിലാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആയുഷ് തൻ്റെ കാര്യത്തിലാ, ഞങ്ങളെ ദുനിയവിയായ നിലനിൽപ്പുക ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങൾക്കുള്ള ഹിദായത്ത്, ഞങ്ങൾക്കുള്ള ഇൽമു, ഖുദ്റത്ത്, എല്ലാ വിഷയത്തിലും ആശ്രയ കേന്ദ്രമായിട്ട് അള്ളാഹു മാത്രമാണ്. അത് പ്രത്യേകമായിട്ട് അള്ളാഹു താല ചൊല്ലേന്തിക്ക് അള്ളാഹു അല്ലാത്ത ശക്തിങ്ങ, അള്ളാഹു താല സൃഷ്ടിച്ചങ്ങനത്തെ ചില ശക്തിങ്ങ, അതായത് ശൈത്താനി ശക്തിങ്ങളെ നിങ്ങൾ ആശ്രയിക്കണ്ടായിട്ടാണ് അതിനർത്ഥം. അല്ലാണ്ട് ചില ഇണ്ടത്തെ പുതിയ വഹാബി സലഫിങ് അർത്ഥാക്കട പോലെ ഔലിയാക്കന്മാരെ നിങ്ങൾ അങ്ങോട്ട് പോയി സഹായിക്കേക്കണ്ടല്ല. കാരണം ഔലിയാക്കന്മാർ അള്ളാഹുടെ ആൽമാരാണ്. അത് അള്ളാഹുടെ സഹായ കേട്ടതുപോലെയാണ്, അള്ളാഹുടെ ആശ്രയ കേട്ടതുപോലെയാണ്. ഷെയ്ത്താൻ അതുപോലെ ഷെയ്ത്താൻ്റെ ആൽമാർ. അങ്ങനെ നിങ്ങൾ ആശ്രയിക്കണ്ട, അങ്ങനെ നിങ്ങൾ ഒരു ആശ്രയ കേന്ദ്രമായിട്ട് നിങ്ങൾ കാണണ്ട എന്നാണ് അള്ളാഹു താല ഇതിലൂടെ ചൊന്നിട്ടുള്ളത്. ഇണ്ട് മുസ്ലിമീങ്ങാണ്ട് അറിയപ്പെടുന്ന പോലെ ആൽമാർക്ക് പോലും ഷെയ്ത്താനി ശക്തികളൊട്ടികയാണ് അങ്ങനെ ആശ്രയ കേന്ദ്ര. ഇങ്ങനെയിപ്പോൾ നോക്കൂ, ഈ ഔലിയാക്കന്മാരുടെ സഹായിക്കേക്കണ്ട, മഹാമാരെ ഒരു ആശ്രയ കേന്ദ്രമായിട്ട് നിങ്ങൾ കാണണ്ടാണ്ട് ചൊല്ലേ ആൽമാറുള്ളങ്ങനത്തെ രാഷ്ട്രങ്ങളെ എടുത്തു നോക്കൂ. സൗദി അറേബ്യ പോലത്തെ രാഷ്ട്രം എടുത്തു നോക്കൂ. അങ്ങല്ല ഇണ്ട് ആരടിമയായിട്ട് ജീവിച്ചുകൊണ്ടുള്ളറങ്ങ. സൗദി അറേബ്യ അല്ല, അമേരിക്കയും ബ്രിട്ടൻ്റെ അടിമകളാണ്. ബ്രിട്ടൻ്റെ സഹായത്തിലും അമേരിക്കത്തെ സഹായത്തിലാണ് ഇണ്ട് നിലനിன்று പോയിട്ടുള്ളത്. അതായത് പച്ച ഷെയ്ത്താനി ശക്തിങ്ങ അമേരിക്ക ബ്രിട്ടൻ അല്ലുള്ളത് ഷെയ്ത്താൻ്റെ കേന്ദ്രമാണ്. ആ ഷെയ്ത്താൻ്റെ കേന്ദ്രത്തെയാണ് ഇങ്ങ ആശ്രയ കേന്ദ്രമായിട്ട് കണ്ടുകൊണ്ടുള്ളത്. അതിലെന്തും അങ്ങൾത്തെ സഹായ കേൾക്കടല്ല, അങ്ങനെ ഒരു സഹായത്തേക്ക് യൂസ് ആക്കടല്ല, ഇങ്ങൊന്നും തർക്കമില്ല. ഇങ്ങ അള്ളാഹുടെ ആൽമാറായിട്ടുള്ള ആൽമാരുടെ സഹായ കേൾക്കും ഇങ്ങ അലർജിയാണ്, പച്ച നിഫാക്കായിട്ടിക്കറത്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു തആല അതാണ് സൂചിപ്പിക്കുന്നത്. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാണ്ട് ചൊന്നപ്പോഴും ഇതിന് മുന്നൊരു മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അള്ളാഹു അല്ലാണ്ട് ഒരു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സഹായിക്കുക ആരില്ല ചൊല്ലും അള്ളാഹു തആല ചൊല്ലേ ഷെയ്ത്താൻ്റെ നിങ്ങൾ സഹായിയായിട്ട് നിങ്ങൾ കാണണ്ട.
അത് ഖുർആനിൽ പല ജാഗത്ത് അള്ളാഹു താല കേട്ടോണ്ടില്ല. നിങ്ങളെ ശത്രുവായിട്ടുള്ള ഷെയ്ത്താൻ്റെ ആൽമാരെ നിങ്ങൾ സഹായിയായിട്ട് നിങ്ങൾ കാണാറല്ലേ, നിങ്ങളെ സഹായത്തിന് നിങ്ങൾ അങ്ങനെ യൂസ് ആക്കിടാറല്ലേ. അങ്ങനെ യൂസ് ആക്കിക്കൊണ്ടുള്ള ആൽമാറുള്ളാറ് അതെന്തും അസംഭവ്യമായ സംഗതി ഒന്നുമല്ല. ഷെയ്ത്താൻ്റെ സഹായം എടുക്കടെ ചൊല്ലത് സിഹറിലൂടെ, അതുപോലെ പ്രത്യക്ഷത്തിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ത്താന്മാരായിട്ടുള്ള ഈ ബ്രിട്ടൻ്റെയും അമേരിക്കത്തെയും യൂറോപ്യൻ കൺട്രീസുടെ ആൾമാരെ അങ്ങനെ വലിയ ബൊമ്പമാരായിട്ട് വെച്ചിട്ട്, ഉദാഹരണക്ക് ട്രംപുടെ അവൻ്റെ വലിയ ബൊമ്പായിട്ട് വെച്ചിട്ട് അവൻ്റെ എല്ലാ സഹായം കാര്യങ്ങൾ എടുക്കടെ എത്ര അധപ്പതിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഈ അടുത്ത് ഒരു ഇതേ ഗൾഫ് കൺട്രീസിലുള്ള ഒരു കൺട്രീസ് ഈ ട്രംപ് വന്നപ്പോൾ ഇസ്ലാമുക്ക് വിരുദ്ധമായ പച്ച പെണ്ണിങ്ങളെ ഇടി മുടിയും അങ്ങനെ തടിയെല്ലാം കാട്ടിട്ട് അവൻ്റെ മുന്നിൽ ഡാൻസ് ആക്കടങ്ങനത്തെ ഡാൻസ് പാട്ടങ്ങനത്തെ അവസ്ഥക്കാണ് ഇണ്ടത്തെ മുസ്ലിം ചൊല്ല ആൾമാർക്ക് എത്തിയത്. അതായത് അങ്ങനെ സഹായം കിട്ടുകയായിട്ട്, അങ്ങനെ ഹെൽപ്പ് കിട്ടുകയായിട്ട്, അങ്ങനെ ബൊമ്പായിട്ട് വെക്കുകയായിട്ട് എന്തുമാക്കുക തയ്യാറുള്ളാർ. ഇസ്ലാമുടെ ഏത് നിയമവും പിച്ച് ചീന്തകു വലിച്ചെറിയുക തയ്യാറുള്ളാർ. അതായത് അള്ളാഹു അല്ലാത്ത ശക്തിങ്ങളെ, അള്ളാഹുടെ ആൽമാരല്ലാത്തങ്ങനെ ഇങ്ങെന്താക്കടെ സഹായിയായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരും. വലിയ മഹാ അബദ്ധമായിട്ടിക്കരുത്, മഹാ പാപ്പായിട്ടിക്കരുത്. അള്ളാഹു താല ചെമ്മ ഖുർആനിൽ അവിടോടെ ചൊന്നിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ അള്ളാഹുടെ അല്ലാണ്ട് വേറെങ്ങൾ നിങ്ങൾ സഹായമായിട്ട് എടുക്കണ്ട. അള്ളാഹുടെ അല്ലാണ്ട് ചൊന്നെങ്കിൽ അള്ളാഹുടെ ആൽമാർ അള്ളാഹു താല ഡയറക്റ്റ് അല്ലല്ലേ ഞങ്ങൾ സഹായിക്കടെ. ഏതും അള്ളാഹു താല ഡയറക്റ്റ് അല്ലല്ലേ ആക്കടെ. ഇപ്പോൾ അള്ളാഹു താല ഞങ്ങൾ റിസ്ക് തന്നോട്ടില്ല, ഡയറക്റ്റായിട്ട് തന്നോട്ടില്ലാണ്. എത്ര മാധ്യമങ്ങളിലൂടെയാണ്, എത്ര വസീലകളിലൂടെയാണ് അള്ളാഹു താല ഞങ്ങൾ റിസ്ക് തന്നോട്ടില്ലേ. ഏതും അള്ളാഹു താല ഡയറക്റ്റ് ആക്കിയോണ്ടില്ല. അപ്പം എല്ലാം വസീലകളിലൂടെ, മാധ്യമങ്ങളിലൂടെ ആക്കടെ ചൊല്ലത് അള്ളാഹുടെ ഒരു ആദത്തായിട്ടിക്കരുത്. അപ്പോൾ അള്ളാഹു താല സഹായിക്കട ചൊന്നെങ്കിൽ അള്ളാഹു താലയുടെ ആൽമാർ, അള്ളാഹു താലയുടെ ആൽമാറായിട്ടുള്ള ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങ ഇങ്ങ സഹായിക്കിടാറിൻ്റെ അർത്ഥം. ഇത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു താല ചൊന്നിട്ടില്ലേ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു തആല ചൊല്ലുന്നത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അല്ലാഹു തആലയുടെ ഇബാദത്താക്കിക്കൊണ്ടിരിക്കടങ്ങനത്തെ അല്ലാഹു തആലയുടെ ദുആർന്നോണ്ടിക്കടെ പ്രാർത്ഥന ആക്കിക്കൊണ്ടിരിക്കടെ ആൽമാരൊട്ടിಗೆ നബിയെ നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ പിടിച്ചു വെക്കൂ. നിങ്ങൾ ആരൊട്ടിಗೆ ಯಾರ കൂടರು അള്ളാഹുടൊട്ടിಗೆ ഇങ്ങനെ അള്ളാഹുടെ പോലും ನೆನಪಾക്കിക്കൊണ്ടിരിക്കರೆ അള്ളാഹുടെ ഇബാദത്താക്കിക്കൊണ്ടിരിക്കರೆ ആൽമാരൊട്ടിಗೆ നിങ്ങൾ കൂടರು. വലാ തതുറിദില്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി, സുബൈക്കും മോന്തികും പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതായത് നാലിടീൻ്റെ അർത്ഥം. നാലിടി അള്ളാഹുടെ ഇബാദത്താക്കിക്കൊണ്ടുള്ള ആൽമാരെ നബിയെ നിങ്ങൾ ദൂറാക്കണ്ട. നാലിടി അള്ളാഹുടെ ನೆನಪಾക്കിക്കൊണ്ടിരിക്കടെ, അള്ളാഹുടെ ഇബാദത്താക്കിക്കൊണ്ടിരിക്കടെ, അള്ളാഹും റസൂലുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൽമാരെ നബിയെ നിങ്ങൾ ദൂറാക്കണ്ട. വലാ തത്തുറുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു. എന്തിക്കുബേനായിട്ട് ആ മനുഷ്യന്മാർ എന്തിക്കാണ് ഇബാദത്താക്കിക്കൊണ്ടില്ലേ? വെറുതെ നിങ്ങൾക്ക് കാട്ടോകുബേനായിട്ട ആൽമാർക്ക് കാട്ടോകുബേനായിട്ടല്ല അങ്ങ് ഇബാദത്താക്കിക്കൊണ്ടില്ലേ. യുരീദൂന വജ്ഹ, അള്ളാഹുടെ തൃപ്തിയുടെയാണ് അങ്ങ് ഉദ്ദേശിക്കടെ. അള്ളാഹുടെ തൃപ്തി ഉദ്ദേശിച്ചിട്ടാണ് അങ്ങ് ഇബാദത്താക്കടെ. അള്ളാഹുടെ മുഖ കണ്ടിട്ടാണ് അങ്ങ് ഇബാദത്താക്കടെ. അള്ളാഹുടെ മുഖം ഉദ്ദേശിച്ചിട്ടാണ് ഇബാദത്താക്കടേട്ടാണ് ഖുർആനിലൂടെ ചൊന്നത്. അള്ളാഹു മുഖം ഉണ്ടുണ്ടല്ല അതിലർത്ഥ. അള്ളാഹുക്ക് കൈക്കാല് മുഖ തടി ചൊല്ലത് അള്ളാഹുക്കില്ലല്ലേ ഇപ്പാട് ചൊന്ന പോലെമേ അതെല്ലാം സൃഷ്ടിങ്ങായിട്ടിക്കറ്. അത് അള്ളാഹു താലകിക്കൽ അസംഭവ്യമായിട്ടിക്കറ്, നടക്കാത്ത വിഷയമാണ്. പിന്നെ അള്ളാഹുടെ മുഖം ഉദ്ദേശിക്കുന്ന അർത്ഥം എന്തരേ? അത് ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ഭാഷയിൽ ചിലപ്പോൾ ഞാൻ അവൻ്റെ മുഖം നോക്കിയിട്ടാണ് ഞാനത് ആക്കി കൊടുത്തേ, അല്ലെങ്കിൽ ഞാൻ ആക്കാലെന്ന് ചൊന്ന അർത്ഥം ആ ചൊല്ലപ്പെട്ട ആളുടെ ഒരു തൃപ്തിക്ക് വേനായിട്ടാണ്, അവൻ്റെ സന്തോഷത്തിന് വേനായിട്ടാണ് ഞാൻ ആക്കിയിട്ടാണ് അതിനർത്ഥം. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. ഓ നബിയെ, അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ആൽമാരട്ട് കൂടണം. അള്ളാഹുടെ ഉദ്ദേശിച്ചിട്ട് ഇബാദത്താക്കടെ, ഈമാനും ദീനും ഇബാദത്തും ഇൽമും ഇതുമായിട്ട് എൻഗേജ് ആയിട്ടിക്കടെ ആൽമാരൊട്ടികയാണ് കൂടണത്. വലാ തഅദു ഐനാക, നബി തങ്ങളുടെ ചൊല്ലുമ്പോൾ അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണ്, ഞങ്ങൾ ഓരോരുത്തരെയാണ്. വലാ തഅദു ഐനാക അൻഹും, നിങ്ങളെ കണ്ണുങ്ങളെ നിങ്ങൾ അകലിൽ നിന്നിട്ട് നിങ്ങൾ തപ്പാട്ടണ്ട. ചെന്നാൽ നിങ്ങൾ അകലിൽ നിന്നിട്ട് നിങ്ങളെ ശ്രദ്ധ നിങ്ങൾ തിരിക്കണ്ട.
തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാവിയായിട്ടുള്ള ഈ ജീവിതത്തെ ചന്ത ഉദ്ദേശിച്ചിട്ട്, ഈ ജീവിതത്തെ പിന്നെ ഒരു ചന്തവും, ഈ ജീവിതത്തെ ഒരു സൗന്ദര്യ, അതിലെ ആസ്വാദന, അത് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ അങ്ങനെ നിന്നിട്ട് നിങ്ങൾ ശ്രദ്ധ തിരിക്കണ്ട. അതായത് അങ്ങനെ നിന്ന് ശ്രദ്ധ തിരിഞ്ഞിട്ട് അള്ളാഹുടെ ഉദ്ദേശിച്ച് ഇബാദത്താക്കട ആൾമാരിൽ നിന്നിട്ട് ഗമന തപ്പാട്ടിട്ട് ദുനിയാവുടെ സീനത്ര നിങ്ങൾ ഉദ്ദേശിക്കേണ്ട നബിയെ. വലാ തുതിഅ മൻ നഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. അതുപോലെ ഞങ്ങളെ സ്മരണയിൽ നിന്നിട്ട് ഖൽബു ഗഫ്ലത്തായി പോയ ആൽമാർ ചൊന്ന പോലെ നിങ്ങൾ കേൾക്കണ്ട. അതായത് ഞങ്ങളെ നെനപ്പില്ലാത്തങ്ങനത്തെ, ഞങ്ങളെ നിരിക്കാത്തങ്ങനത്തെ നിരിക്കാണ്ടെ ഞങ്ങളെ നിരിക്കാത്തങ്ങനെ കൽബ് എന്തായി പോണ്ടു, അശ്രദ്ധമായി പോയ ഗഫ്ലത്ത് എന്ന് പറഞ്ഞ കൽബായി പോണ്ടു. അങ്ങനത്തെ ആൽമാർ നബി, അങ്ങനത്തെ ആൽമാർ ചൊന്ന പോലെ കേൾക്കണ്ട. വലാ തുതിഅ, നിങ്ങൾ ചൊന്ന പോലെ കേൾക്കണ്ട. മൻ അഗ്ഫൽനാ ഖൽബഹു, എങ്ങനത്തെ ആൽമാരാണ് അങ്ങനെ കൽബുടെ ഞങ്ങൾ ഗഫ്ലത്തിലാക്കിറ അൻ ദിക്രിന, ഞങ്ങളെ നെനപ്പിൽ നിന്നിട്ട് അങ്ങനെ കൽബുടെ തിരിച്ചു വിട്ടുക. ഞങ്ങളെ നെനപ്പില്ല അങ്ങനെ കൽബില്. അതുപോലെ ഒത്തബ ഹവാഹു, അങ്ങ സ്വന്ത ഇച്ഛയാണ് അങ്ങ് ഫോളോ ആക്കടെ. അങ്ങ് അള്ളാഹുടെ നിയമം അങ്ങ് ഫോളോ ആക്കുക അങ്ങ് കിട്ടില്ല. അങ്ങ് സ്വന്ത ഹവത്തെയാണ്, അങ്ങ് സ്വന്ത തടിയുടെ ഇച്ഛയാണ് അങ്ങ് ഫോളോ ആക്കടെ. വക്കാന അംറുഹു ഫുറുത്ത, അങ്ങനെ എല്ലാ കാര്യവും പിന്നെ ഫുറുത്ത, അങ്ങനെ എല്ലാ കാര്യം ഒരു മിറ്റിമീരി അങ്ങനത്തെ അവസ്ഥയിലായിട്ടിരിക്കുക. അങ്ങനെ കാര്യങ്ങളിക്കടെ കാര്യങ്ങൾ ഹദ്ദു ബസ്തുൽ ഇക്കടെ ആൽമാരല്ല, എല്ലാം മിറ്റിമീരിയ രൂപത്തിൽ തിന്നരുത്. മിറ്റിമീരിയായിട്ടാണ് തിന്നരെ. കുടിക്കരുത് മിറ്റിമീരിയ രൂപത്തിലാണ് കുടിക്കടെ. എല്ലാ കാര്യവും മിറ്റിമീരിയ രൂപത്തിൽ, ഒരു ബാലൻസ്ഡായ രൂപത്തിൽ അങ്ങനെ ജീവനില്ല. അങ്ങനത്തെ ആൽമാരട്ട നബിയെ നിങ്ങൾ കൂടണ്ടാട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട പ്രാഥമികമായിട്ട് അള്ളാഹു ചൊല്ലെ. ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു താല ചൊല്ലെ. വലിയ ഒരു മെസ്സേജ് ആയിട്ടിക്കറല്ലേ ഈ ആയത്തിൽ അള്ളാഹു താല തൻ്റെ. ഞങ്ങൾ ആരട്ടാണ് ചെങ്ങായിപ്പാടാക്കണായത്. ഞങ്ങളെ ചെങ്ങായിപ്പാടും ഞങ്ങളെ പ്രവർത്തനമെല്ലാം ആരൊട്ടിಗೆ ഇക്കണു. അത് അല്ലദീന യദുഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹ, അള്ളാഹുടെ വജ്ഹ് കണ്ടിട്ട് ജാവും പോലും അള്ളാഹുക്ക് ബേനായിട്ട് പ്രവർത്തിക്കട ആൽമാർ. അത് അള്ളാഹുടെ ഇബാദത്താക്കടെ ചൊന്നെങ്കിൽ പള്ളിയിൽ ഇങ്ങനെ തെച്ചിട്ട് തസ്ബീഹ് എടുക്കണം അങ്ങോട്ട് മാത്രമല്ല, അങ്ങനെ ഓരോ പ്രവർത്തനയും അള്ളാഹു താലക്ക് ബേനായിട്ടാണ് അങ്ങ് ആക്കിക്കൊണ്ടില്ലേ. അങ്ങ് നെയ്ക്കറാരണ്ടായെങ്കിൽ അങ്ങ് അള്ളാഹു കാണു നെയ്ക്കടെ. കുടുംബത്തെ പോറ്റുകയാണ് നെയ്ക്കടെ. കുടുംബത്തെ പോറ്റെന്തിക്ക് അള്ളാഹു താല ചൊന്ന, അള്ളാഹും റസൂലും കുടുംബത്തെ പോറ്റുക ചൊന്നത് കൊണ്ടിട്ടാണ് അങ്ങ് പോറ്റിക്കൊണ്ടില്ലേ. അതുപോലെ എന്ത് പ്രവർത്തനാക്കടെങ്കിലും അള്ളാഹുടെ വജ്ഹ് കണ്ടിട്ടാണ്, അള്ളാഹുടെ മുഖ കണ്ടിട്ടാണ് അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടില്ലേ. അങ്ങനത്തെ ആൽമാർ നബിയെ നിങ്ങൾ കൂടണു. അങ്ങനെ നിന്നിട്ട് നിങ്ങൾ ശ്രദ്ധ തപ്പാടിയിട്ട് നിങ്ങൾ ആരട്ടെ കൂടണ്ടായിട്ടാണ് അള്ളാഹു താല ചെന്നോട്ടില്ലേ. മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിന, അള്ളാഹുടെ നെനപ്പു ഇല്ലാത്തങ്ങ, അള്ളാഹുടെ നെനപ്പിൽ നിന്നിട്ട് അങ്ങനെ കൽബ് ഗഫ്ലത്തായി പോയിട്ട് വത്തബഅ ഹവാഹു, സ്വന്ത ഇച്ഛയാണ് അങ്ങ് ഫോളോ ആക്കിക്കൊണ്ടില്ലേ. സ്വന്ത ഇഷ്ടത്തിന് അവിടതല്ല അങ്ങ് പിന്നെ ഇഷ്ടമാണ്. അങ്ങനെ മനസ്സ് വെക്കാത്തതൊന്നും അങ്ങ് ഇഷ്ടമില്ല. അള്ളാഹുകായിട്ടാക്കടെ ചൊല്ല വിഷയമില്ല. അങ്ങനത്തെ ആൽമാരെ പ്രവർത്തനമല്ല വക്കാന അംറുഹു ഫുറുത്ത, അങ്ങനത്തെ ആൽമാരെ പ്രവർത്തനമല്ല ഒരു ഹദ്ദു ബസ്തിലിക്കില്ല. എല്ലാം മിറ്റിമീരിയ രൂപത്തിലാണ് ഇക്കടെ. ഏതും ഒരു പിടുത്ത കിട്ടുന്ന രൂപത്തിലിക്കില്ല. നബിയെ അങ്ങനത്തെ ആൽമാരൊട്ടിಗೆ നിങ്ങൾ കൂടണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അള്ളാഹു താല ചൊന്നിട്ടില്ലേ. അത് പിന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്നതായിട്ട് കണ്ട്, നാനൊരുക്ക മുഹാജിരീങ്ങളിൽ പാവത്തെ ആൽമാരൊട്ടിಗೆ നാനിങ്ങനെ കൂടിയിട്ടിന്നെ. അങ്ങനെ വൈന്ന ബഅദുഹും ലയസ്തതിറു ബി ബഅദിൻ മിനൽ അദി, എത്ര പാവത്തങ്ങായിട്ടിന്ന ആൽമാർ ചൊന്നിങ്ങ അങ്ങനെ ഔറത്ത് മറക്കുകനായിട്ട് ഡ്രസ്സിങ്ങല്ല പരസ്പരം ഷെയറാക്കുന്ന രൂപത്തിൽ ആണ് അത്ര അങ്ങനെ അവസ്ഥയിന്ന് അല്ലേ. സ്വഹാബിങ്ങളുടെ കൂട്ടത്തിൽ ചെമ്മ ആൽമാർക്ക് പൂർണ്ണമായിട്ട് ദേഹ തടി മറക്കുന്ന രൂപത്തിൽ അങ്ങ് ഡ്രസ്സ് ചെയ്യുന്നിട്ടില്ലാണ്. പ്രധാനമായിട്ട് അങ്ങനെ ഒന്ന് ഔറത്ത് മറക്കൂ, പ്രധാന കഡ്ഡായമായിട്ടുള്ള അങ്ങനത്തെ ഔറത്ത് മറക്കുന്ന രൂപത്തിൽ ഡ്രസ്സ് ഒന്ന് നിൽക്കുന്നിട്ടല്ലാണ്ട് പൂർണ്ണ ഔറത്ത് മറക്കേണ്ട ഡ്രസ്സല്ല അങ്ങനത്തെ ഇല്ല. പൂർണ്ണമായിട്ടുള്ള തടി മുച്ചരങ്ങനത്തെ ഡ്രസ്സിങ്. അങ്ങനെ ഒരാൾ ഖുർആൻ ഓതിയോട്ടുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടെ വന്നിട്ട്
എന്നിട്ട് നബി തങ്ങൾ കേട്ട് മല്ലദീ കുന്തും തസ്നഊൻ എന്തിറാക്കിക്കൊണ്ടുള്ളാർ നിങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ ചൊന്ന യാ റസൂലല്ലാഹ് കാന വാഹിദുൻ യഖറഉ മിനൽ ഖുർആൻ, ഒരാൾ ഖുർആൻ ഓതിയിട്ടുണ്ടു, വനഹ്നു നസ്മഉ ഞങ്ങളെല്ലാവരും കേട്ടുകൊണ്ടുള്ള. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു അൽഹംദുലില്ലാഹില്ലദീ ജഅല മിൻ ഉമ്മത്തി, അള്ളാഹു താലക്ക് വലിയ ഹംദാണ്. എങ്ങനത്തെ അള്ളാഹു ജഅല മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു താല ആക്കിറ മൻ ഉമിർത്തു അൻ അസ്ബിറ നഫ്സി മഅഹും, അള്ളാഹു താല എൻ്റെ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ ചില ആൽമാരാക്കിര. എങ്ങനത്തെ ആൽമാർ അങ്ങനൊട്ടിക്ക് കൂടുകയാണ് അള്ളാഹു താല എൻ്റെ ഒട്ടിക്ക് ഓർഡർ ആക്കിര്. അങ്ങനത്തെ ആൽമാർ എൻ്റെ ഉമ്മത്തിലാക്കിര ചൊന്നിട്ട് സുമ്മ ജലസ വസത്താന നബി തങ്ങ ഞങ്ങളെ നടുവിൽ വെച്ചിട്ട് എന്നിട്ട് ചൊന്നു അബ്ശിറു യാ സുആലികൽ മുഹാജിരീന ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, ഓ മുഹാജിരിങ്ങളെ നിങ്ങ കാണുക പ്രത്യക്ഷത്തിൽ വളരെ പാവപ്പെട്ടെ എന്തും ഇല്ലാത്ത ആൽമാരാണ് നിങ്ങ, പക്ഷേ നിങ്ങ സന്തോഷിക്കൊരു ഖിയാമത്ത് നാളുടെ പൂർണ്ണമായ പ്രകാശമാണ് നിങ്ങൾക്ക് ഇക്കടെ. ഫതദ്ഖുലൂനൽ ജന്നത ഖബ്ലൽ അഗ്നിയാഇ ബിമിഖ്ദാരി 500 സനത്തിൻ, വലിയ വലിയ പണക്കാർ ഇന്നെൻ്റെ ഉമ്മത്തിൽ പണ്ടങ്ങനത്തെ വലിയ വലിയ പൈസക്കാരന്മാർ അങ്ങ കടക്കിടെ 500 വർഷം മുതൽ നിങ്ങൾ സ്വർഗത്തേക്ക് കടക്കിടാർ. നിങ്ങൾ സന്തോഷിക്കൊരു ഈ പ്രത്യക്ഷത്തിൽ ഈ ബടത്തന ഇത് നിങ്ങൾ കൂടെ കഷ്ടമായിട്ടെങ്കും ആഖിറത്തിൽ വലിയ നിഅമത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊന്നു കൊടുത്തു. നബി തങ്ങ യാറ പാവത്വങ്ങളൊട്ടികയാണ് കൂടിയോണ്ടിന്ന് പല സംഭവത്തിൽ അത് കാണുക. അവിടെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.